ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ തമ്പലൈനിൽ കണ്ട പോലെ തന്നെ BSNL IFTV സർവീസ് കേരളത്തിൽ ആരംഭിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. BSNLന്റെ FTTH ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ നിലവിൽ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുതുതായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിനും BSNL ഫ്രീ ആയിട്ട് ടെലിവിഷൻ ചാനലുകൾ നൽകുന്നുണ്ട്. ഇതിൽ 23ഓളം മലയാളം ടെലിവിഷൻ ചാനലുകളുണ്ട്. കൂടാതെ മൊത്തം 354 ചാനലുകളുണ്ട്. ഇത് ലഭ്യമാവുന്ന സ്മാർട്ട് TVയിലാണ് ലഭ്യമാവുക. ആൻഡ്രോയിഡ് 10 and above ഉള്ള വെർഷനുകളാണ് ലഭ്യമാവുക എന്നാണ് BSNL വെബ്സൈറ്റ് പറയുന്നതെങ്കിലും ആൻഡ്രോയിഡ് 9 വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക, എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഏത് ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഇത് കിട്ടുക എന്നുള്ളതൊക്കെ വിശദവിവരങ്ങൾ നമുക്ക് നോക്കാം. വെറും 3 മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വിശദവിവരങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ പുതിയ ചാനലാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. കമൻറ്റുകളും ലൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് ആളുകളിൽ കൂടി യൂട്യൂബ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മൂലം റിമൂവ് ആയതാണ്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കണ്ടന്റുകളും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രൈക്കായി വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് പുതിയ ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. അതിലൂടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നൽകും. അപ്പോൾ നിങ്ങൾ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുക. തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. BSNLന്റെ ലൈവ് TV എന്ന് പറയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. BSNLിലൂടെ 4G എന്ന് പറഞ്ഞിട്ട് 2G പോലും കിട്ടുന്നില്ല, റേഞ്ച് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പല നെഗറ്റീവ് പറയുന്ന ആളുകളും ഉണ്ടാവും. നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക അങ്ങനെയാണ് BSNLനെ കുറിച്ച് പറയുന്ന സമയത്ത്. അത് ആരുടെയും കുറ്റമല്ല. അവരുടെ മൊബൈൽ സർവീസൊക്കെ ആ രീതിയിൽ വളരെ മോശമായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അതുപോലെയുള്ളൊരു സർവീസ് അല്ല. ഇത് FTTH കണക്ഷനാണ്. BSNLന്റെ FTTH കണക്ഷനൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനെറ്റ് ഫൈബർ കണക്ഷൻ സംവിധാനമാണ്. കേരളത്തിൽ ഇഷ്ടംപോലെ ഫൈബർ കണക്ഷനുകൾ വേറെയുണ്ട്. കേരള വിഷൻ ഉണ്ട്, റെയിൽനെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഫൈബർ FTTH കണക്ഷൻ ഉണ്ട്, ജിയോന്റെ ഫൈബർ കണക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ TV കണക്ഷനുകളും ലഭ്യമാണ്. പക്ഷെ അവർക്കൊക്കെ അത് ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൽ ബഫറിങ് കാര്യങ്ങൾ വരും. കൂടാതെ തന്നെ അതിനൊക്കെ ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫ്രീ ആയിട്ട് ചാനലുകളൊന്നും കിട്ടില്ല. കൂടാതെ അതിനൊരു ഡിവൈസ് നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് പോലത്തെ ഒരു ബോക്സ് നമ്മൾ വാങ്ങി വെക്കേണ്ടതുണ്ട്. പക്ഷേ BSNLന് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും വേണ്ട. സെറ്റ് ടോപ്പ് ബോക്സ് വേണ്ട, അഡീഷണൽ നമ്മൾ പൈസ കൊടുക്കേണ്ട. ചാനലുകൾ ഉണ്ട് ഇഷ്ടം പോലെ, പ്രീമിയം ചാനലുകൾ. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് വേണമെങ്കിൽ മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. അതിൻ്റെ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പ്ലാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് ചിലവില്ല. അഡീഷണൽ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് വെക്കേണ്ട ആവശ്യമില്ല. കൂടാതെ അവരെ പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഒരു സർവീസിന് വേണ്ടിയിട്ട് ആരെയും വിളിച്ചിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വെറും 3 മിനിറ്റ് കൊണ്ട് ഇത് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. 1-2 ആഴ്ചക്കകം കേരളത്തിൽ മൊത്തം ലഭ്യമാവുമെന്നാണ് BSNL അറിയാൻ സാധിച്ചത്. ഇനി അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ FTTHന്റെ കണക്ഷനിലെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാവും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു. മലയാളം ചാനലുകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സഫാരി TV ഉണ്ട്, കൈരളി TV ഉണ്ട്, കൈരളി അറേബ്യ ഉണ്ട്, കൗമുദി, കാപ്പ TV, കൈരളി ന്യൂസ്, DD മലയാളം, ജീവൻ TV, കൈരളി B, മാതൃഭൂമി ന്യൂസ്, റിപ്പോർട്ടർ, മീഡിയ 1, 24, ദർശന TV, ഷാലോം, മലയാളം നാപ്ടോൾ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ്, അമൃത TV, മനോരമ ന്യൂസ്, മഴവിൽ മനോരമ തുടങ്ങിയ ചാനലുകളോടൊപ്പം ഏഷ്യാനെറ്റിൻ്റെ പേ ചാനലായ ഏഷ്യാനെറ്റ് HD കൂടി നിലവിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ IFTVയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡാറ്റ പ്ലാൻ ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഇന്ന സ്പീഡുള്ള ഡാറ്റ, ഇന്ന പാക്കേജ് എടുക്കണം, ഇന്ന സ്പീഡുള്ള പാക്കേജ് എടുക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പാക്കേജ് ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ സ്പീഡ് ഇതിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമേ അല്ല. നിങ്ങൾക്ക് ബഫറിംഗ് ഇല്ലാതെ വളരെ സ്പീഡ് തന്നെ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ടെലിവിഷൻ ചാനലുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിന് പ്രത്യേകമായിട്ട് ഡാറ്റ കൺസ്യൂം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഡാറ്റയിൽ നിന്ന് ഒരു കാരണവശാലും 1 MB പോലും ഈ TV കാണുന്നത് മൂലം കുറയില്ല.
കൂടാതെ BSNLന്റെ FTTH എടുക്കുന്ന സമയത്ത് ഒരു ഫ്രീ ലാൻഡ് ലൈൻ കണക്ഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതിൽ കോളുകൾ ഫ്രീ ആണ്. ഈ കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഇനി FTTH കണക്ഷൻ എന്താണെന്ന് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാ ഫൈബർ കണക്ഷൻ അത് തന്നെയാണ് FTTH കണക്ഷൻ. ചിലർ കേരള വിഷൻ ആയിരിക്കും ഉപയോഗിക്കുക, ചിലർ ഏഷ്യാനെറ്റിന്റെ FTTH കണക്ഷൻ ഉപയോഗിക്കും, ചിലർ റെയിൽ നെറ്റ് ഉപയോഗിക്കും, ചിലർ ജിയോന്റെ ഫൈബർ കണക്ഷൻ ഉപയോഗിക്കും. അങ്ങനെ BSNLനുണ്ട് ഒരു FTTH കണക്ഷൻ. അത് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസം ഇതിന്റെ തുടക്കമെന്നോണം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 1-2 ആഴ്ചക്കകം കേരളത്തിൽ മുഴുവൻ ഇത് ആക്റ്റീവ് ആവും എന്നാണ് BSNL നിന്നും അറിയാൻ സാധിച്ചത്. സ്മാർട്ട് TVക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. മൊബൈലിൽ ലഭിക്കുന്ന സംവിധാനമല്ല. നമ്മുടെ സ്മാർട്ട് TVയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് ടെലിവിഷൻ ചാനലുകൾ കാണാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ പ്രമുഖ IPTV കമ്പനിയായ സ്കൈപ്രോയുമായിട്ടുള്ള ഒരു കൊളാബറേഷനിലൂടെയാണ് ഈ സംവിധാനം നമുക്ക് BSNL ലഭ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്കൈപ്രോയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സ്മാർട്ട് TVയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ BSNLന്റെ രജിസ്ട്രേഷൻ പോർട്ടലിൽ പോയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം നോക്കാം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ഇത് നിങ്ങൾക്ക് ഫോണിൽ നിന്നോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ BSNL കേരള എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന റിസൾട്ട് bsnl.co.in ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് നമ്മളെത്തും. ഇവിടെ ജസ്റ്റ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോർ എക്സിസ്റ്റിംഗ് FTTH കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഓപ്ഷനിലെത്തും. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ രജിസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഭാരത് ഫൈബർ സെലക്ട് ചെയ്യുക. തൊട്ടതായ ആഡ് ഓൺ ടൈപ്പിൽ IFTV ഓൺ ഭാരത് ഫൈബർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തൊട്ടതായ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ഓൺ സർവീസ് നെയിം ചോദിക്കുന്ന സ്ഥലത്ത് സ്കൈപ്രോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ടതായ ഫൈബറിൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അടിക്കേണ്ട ഫോൺ നമ്പർ BSNLന്റെ FTTH കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടൊരു ലാൻഡ് ലൈൻ കണക്ഷൻ ലഭിക്കും. അതിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അത് STD കോഡ് സഹിതം STD കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ബാർ ഇടുക. അതിനുശേഷം നമ്മുടെ ബാക്കി നമ്പറും കൂടി അടിച്ചു കൊടുക്കുക. ടോട്ടൽ 12 ഡിജിറ്റ് ഉണ്ടാവും ആ ബാർ അടക്കം. അതിനുശേഷം വാലിഡേറ്റ് ഫോൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾ FTTH കണക്ഷൻ എടുക്കാൻ വേണ്ടി കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കും. ആ സമയത്ത് അതൊക്കെ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അടിയിലുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടി അവിടെ വരും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് TVയിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്കൈപ്രോയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക, സ്കൈപ്രോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഈ ആപ്ലിക്കേഷൻ അവിടെ വരും. അതിനുശേഷം അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ സ്കൈപ്രോ IPTV എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്കൈപ്രോയുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. BSNLന്റെ വെബ്സൈറ്റ് പറയുന്നത് Android 10 and above OSകളിലാണ് ഇത് ലഭ്യമാവുക എന്നാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് Android 9ലാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ FTTH കണക്ഷൻ എടുക്കാൻ വേണ്ടി കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ കാണുന്ന ഗെറ്റ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ സമയം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈനിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ തന്നെ നമുക്ക് ചാനലുകൾ ലഭിച്ചു തുടങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വിവരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞാൻ ഏകദേശം 20 ഇയേഴ്സോളമായി ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതിൽ ഭൂരിഭാഗവും ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതും കാർ സർവീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെപ്പറ്റിയുള്ള
അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടന്റുകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. കൂടാതെ ടെക്നോളജി, ടെലിവിഷൻ വൈസ് അതുപോലെയുള്ള കണ്ടന്റുകളൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൂടി ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പം പുതിയ പുതിയ വീഡിയോസ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.